നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെപ്പോലെ തന്നെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ: നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ മാനിക്കുന്നു. അതുപോലെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉള്ളിലുണ്ടാകുന്നു. 1000 തിരികൾ ഒരുമിച്ച് തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ടു തന്നെയാണ്. മനസ്സിലും അതുപോലെ തന്നെ ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങൾ അതെങ്ങനെ ചിലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക. റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ പൊതുവെ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു സ്ത്രീ നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ട് പോകാനും ആഗ്രഹിച്ചാൽ അവൾ നിങ്ങളെ ആദ്യം തന്നെ അവിശ്വസിക്കാൻ തുടങ്ങുമെന്നത് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. സ്വപ്നം കാണുവാൻ വിലക്കുകളില്ല എന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. എപ്പോഴും വേദനിപ്പിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മളെന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒറ്റക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും, എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. ഒരു കള്ളം നിങ്ങൾ വേണ്ടത്ര ആവർത്തിക്കുന്നുവെങ്കിൽ അത് വിശ്വസനീയമായിത്തീരും. വിജയം ആർക്കും കൊണ്ടാടാം. ശക്തനു മാത്രമേ പരാജയം നേരിടാനാവൂ. ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ അന്ധനും ബധിരനുമാണ്. യുവത്വം കാത്തുസൂക്ഷിക്കുന്നവന് ഉള്ളതാണ്. ഭാവിയും. ഒരു രാജ്യം കീഴടക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ ജനങ്ങളെ നിരായുധരാക്കണം. നമ്മളിൽ നെഗറ്റീവ് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും. നമ്മളിൽ തളർന്നു പോകരുത്. കാരണം മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ കുതിരുവാൻ നിങ്ങൾ കാരണമാണെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്ക് കരുതി വച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക.
നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിൽ നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിന് കാരണമായിത്തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത്. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ വലിയ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതെയിരിക്കാൻ നല്ല ശക്തി വേണം. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടു കൂടിയാണ് നമ്മൾ ഇവിടം വിടേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അത് ആലോചിച്ച് ജീവിക്കുക. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടിയവരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും, മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചുമാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യബോധമുള്ളവർ ആയിരിക്കുക എന്നത് വിജയത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാന തീരുമാനമാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുക. ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ: 1. സാവധാനത്തിലും ആഴത്തിലും ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ കഴിയും. 2. നിങ്ങളൊരു അപരിചിതനെ നോക്കി പുഞ്ചിരിച്ചാൽ അവർ തിരിച്ച് പുഞ്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആശങ്കകൾ എഴുതുന്നത് വേഗത്തിൽ നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കും. 4. വീഡിയോ ഗെയിം കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റരീതികളെ സ്വന്തം പെരുമാറ്റരീതികളായി തന്നെ പരിഗണിക്കാൻ കഴിയും. തകർക്കാനും തളർത്താനും പലരും ഉണ്ടാകും. തളരാതെ മുന്നോട്ട് പോകുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. എപ്പോഴും നല്ലൊരു വ്യക്തി ആയിരിക്കുക. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും മേന്മയും വേഗം മനസ്സിലാക്കുന്നു. അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ മതിയാകില്ല. ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ ഒരു വ്യത്യാസം പോലും നമ്മൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ആരെയും സ്നേഹിക്കരുത്. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഉണ്ടാകും. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നിയതെല്ലാം നമ്മുടെ അനുഭവമല്ലാത്തതുകൊണ്ടാണ്. നിസ്സാരമായി അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാകൂ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.